അങ്ങനെ ഗൈസ് നമ്മൾ നൈറ്റ് ഫുള്ള് ട്രാവൽ ചെയ്ത് ഏകദേശം ഒരു 10,000-അടുത്ത് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മൾ മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നമ്മളൊരു നല്ലൊരു ഫോറസ്റ്റിൽ കൂടെ പോകുന്നത്. ഏകദേശം 10-11 മണിയായി രാവിലെ. അപ്പോൾ ഇനി എവിടെയെങ്കിലും റൂം എടുക്കണം. ഇനിയും റൂം എടുത്തില്ലേ നമ്മൾ വല്ല കൊക്കയിലും കിടക്കും. അതുകൊണ്ട് റൂം എടുത്ത് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ റൂമിന് വേണ്ടി കുറേ തപ്പുപോയി, എന്ത് ചെയ്താൽ റൂമും കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ലൊരു റൂം നോക്കി അവിടെ നിന്ന് സ്റ്റേ എടുത്തിട്ട് വൈകിട്ട് പിന്നെ നമ്മൾ നാട്ടിലോട്ട് തിരിക്കത്തുള്ളൂ. ഫൈനലി നമുക്കൊരു റൂം കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഹോം സ്റ്റേ ആണ്. ഇത് ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ്, മറ്റേ എല്ലോറ കേവ്സ് അങ്ങനെയുള്ള ടെമ്പിളിൻ്റെ ഒക്കെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പം ഇവിടെയാണ് റൂം എടുത്തത്. അത്യാവശ്യം റേറ്റും ഉണ്ട്. പിന്നെ നമുക്കിനി ഓടാൻ വയ്യാത്തതുകൊണ്ട് ഇവിടെ തന്നെ എടുത്തു. അത്യാവശ്യം നമ്മുടെ നാട്ടിലെ ആംബിയൻസ് പോലൊക്കെയുള്ള ഒരു സ്ഥലം കേട്ടോ. ആ വീടും അവരുടെ ആ ഒരു സൈറ്റും ഒക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ ഇനി റെസ്റ്റ് എടുത്തിട്ട് ഇനി നൈറ്റേ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും തിരിക്കത്തുള്ളൂ. സൈഡിലും പാടം, ഇവിടെ ഫുള്ള് തക്കാളിത്തോട്ടം. നല്ല ആംബിയൻസ്. ഇത്രയും ഡൽഹി മുതൽ ഇവിടം വരെ വന്നിട്ട് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേ ചെയ്താൽ തക്കാളി കിട്ടി സ്ഥലം തക്കാളി കണ്ടില്ല. അതുകൊണ്ട് ഈ എല്ലോറ കേവ്സിലോട്ട് പോകാം കേട്ടോ. ഇപ്പം നമ്മൾ മഹാരാഷ്ട്രയിലാണ്. അപ്പം ഈ സാധനം ഇത് ആകെ 20 രൂപ നോട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മളിനി ഡയറക്റ്റ് നേരിട്ട് കാണാൻ പോവാം. അപ്പോൾ ഗൈസ് ഇതാണ് എല്ലോറ കേവ്സ്. നമുക്ക് എന്തായാലും കയറി പോകാൻ പറ്റിയില്ല. 5 മണിയായി, ടൈം കഴിഞ്ഞുകൊണ്ട് നമുക്ക് കയറി പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലോട്ട് പോകുന്നു. 10-11 മണിയാകുമ്പോൾ വീണ്ടും നമ്മൾ നാട്ടിലോട്ട് പോകും. വീണ്ടും ഒരു ഫുൾ ടാങ്ക് കൂടെ അടിച്ച് നമ്മൾ നേരെ നാട്ടിലെ സ്റ്റോപ്പുള്ളൂ.